നട്ട ഇഞ്ചി താണ്ടേ അതിനകത്തുനിന്ന് ഉണ്ടായി വന്നതാ. ഇത്രയും ഇഞ്ചി ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ഇഞ്ചിയുടെ വിളവെടുപ്പ് വീഡിയോ ആയത്. ഗ്രോ ബാഗിൽ ഇഞ്ചി നടുന്നതും അതേപോലെ തന്നെ ഈ ഗ്രോ ബാഗിൽ നട്ടു വളർത്തുന്ന ഇഞ്ചിക്ക് കൊടുക്കുന്ന വളപ്രയോഗങ്ങളെല്ലാം വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 120ഓളം ഗ്രോ ബാഗിലാണ് ഈ വർഷം ഇഞ്ചി കൃഷി ചെയ്തത്. ഗ്രോ ബാഗിൽ മാത്രമല്ല പറമ്പിലും ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നിന്ന് എത്രത്തോളം നമുക്ക് വിളവ് കിട്ടുന്നുണ്ട് എന്ന് നോക്കാം. ഏകദേശം 120 ഗ്രോ ബാഗിൽ നട്ടിട്ട് അതിൽ 2 സമയങ്ങളിലായിട്ട് ഓണത്തിന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു, ക്രിസ്മസിന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു. അതുമാത്രമല്ല പിന്നെ ഇടയ്ക്ക് വീട്ടിലെ ആവശ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഓരോ ഗ്രോ ബാഗ് അതിനകത്ത് നിന്ന് ഇഞ്ചി ഇങ്ങനെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ബാലൻസ് ഇനി ഏകദേശം ഒരു 70ഓളം ഗ്രോ ബാഗേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നിന്ന് വിളവെടുക്കാൻ പോവുക. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 600 ഗ്രാം മുതൽ 1 കിലോ അതിന് മുകളിൽ വരെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു നേരത്തെ എടുത്ത സമയത്ത്. അപ്പോൾ ഞാനിത് എടുക്കുന്ന സമയത്ത് കാണിച്ചു തരാം എത്രയും നമുക്ക് കിട്ടുന്നുണ്ടെന്ന്. 2 വെറൈറ്റി ഇഞ്ചിയായിരുന്നു നട്ടിരുന്നത്, ഒന്ന് റിയോഡിയും പിന്നെ വരതയും. വളപ്രയോഗങ്ങളെല്ലാം ഒരേപോലെ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എത്രത്തോളം വിളവ് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. ഗ്രോ ബാഗ് നിറയ്ക്കാനായിട്ട് പോട്ടി മിക്സറായിട്ട് ഉപയോഗിച്ചിരുന്നത് ചകിരിച്ചോറ്, അതേപോലെ ചാണകപ്പൊടി, മണ്ണ്, ഇത് മൂന്നുമായിരുന്നു പോട്ടി മിക്സറായിട്ട് ഗ്രോ ബാഗിലേക്ക് നമ്മൾ നിറച്ചത്. പിന്നെ ആദ്യത്തെ വളപ്രയോഗമായിട്ട് ചെയ്തത് ഹ്യൂമിക് ആസിഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു, പിന്നീട് NPK കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും മണ്ണും ചാണകപ്പൊടിയും ഇട്ട് കൊടുത്ത് ഗ്രോ ബാഗ് നിറച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ ഇതിനകത്ത് അടിയിൽ നമ്മൾ കരിയില കൊണ്ട് ഒരു ലെയർ ആദ്യമേ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ കരിയില കമ്പോസ്റ്റായി മാറിയപ്പോഴത്തേക്ക് ഇത് ഗ്രോ ബാഗ് താന്നു വരികയും നമ്മൾ കുറേ അധികം മണ്ണിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഇഞ്ചി അതിനകത്ത് നന്നായിട്ട് വളർന്നു വരുന്നുണ്ടായിരുന്നു. ഈ ഒരു ഗ്രോ ബാഗൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഞ്ചി പുറത്തോട്ടൊക്കെ തെള്ളി നിൽക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനകത്ത് നിന്നൊക്കെ എത്രത്തോളം വിളവ് കിട്ടുന്നുണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഗ്രോ ബാഗൊക്കെ നന്നായിട്ട് കട്ടയായിരുന്നു കേട്ടോ, മണ്ണ് നന്നായിട്ട് ഇപ്പോൾ കട്ട പിടിച്ചിട്ടുണ്ട്. കുറേ നാളായിട്ട് നനയും ഒന്നും ഇല്ലാതെ തന്നെ ഇരിക്കുമായിരുന്നു. നമ്മുടെ ആദ്യത്തെ ഗ്രോ ബാഗ് നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്രാവശ്യം ഒരു അപാകത പറ്റിയെന്ന് പറഞ്ഞാൽ ശരിക്കും ഗ്രോ ബാഗ് കുറച്ചും കൂടെ വലിപ്പമുള്ളത് എടുക്കണമായിരുന്നു. അപ്പോൾ ഞാൻ അന്ന് എനിക്ക് ലഭ്യമായ ഗ്രോ ബാഗ് ഇത് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു ഗ്രോ ബാഗിന് ചിലവ് വന്നത് ഒരു 3 രൂപ 50 പൈസ, മാക്സിമം 4 രൂപ, അത്രയും മാത്രമേ എനിക്ക് ചിലവ് വന്നിട്ടുള്ളായിരുന്നു ഗ്രോ ബാഗിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആദ്യത്തെ ഗ്രോ ബാഗിനകത്തുനിന്ന് കിട്ടിയ വിളവാണ് കേട്ടോ. നമുക്ക് ആദ്യത്തെ ഒരു ഗ്രോ ബാഗിനകത്തുനിന്ന് ഇപ്പോൾ കിട്ടിയത് നോക്കാം. ചിലപ്പോൾ ഇതിനകത്ത് ഇനി വീണ്ടും ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇല്ല, അപ്പോൾ ഇതിനകത്തെ ഇതാ കരിയിലെല്ലാം കമ്പോസ്റ്റായിട്ട് ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഇനി ഈ മണ്ണ് ഇതിനകത്ത് നമുക്കൊന്ന് ഡോളോമേറ്റ് ചേർത്തതിന് ശേഷം ഇത് നമുക്ക് അടുത്ത മറ്റുള്ള കൃഷികൾക്ക് വേണ്ടിയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കടുത്ത് തക്കാളിയുടെ തൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ഒരു ഗ്രോ ബാഗിനകത്തോട്ട് നടാം. അപ്പോൾ അടുത്ത വർഷം ഇനി ഒരു 2 മാസം കൂടെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഗ്രോ ബാഗിനകത്തോട്ട് ഇഞ്ചി ഇനി നടുന്നത്. ആ ഒരു സമയത്ത് ഈ ഒരു ഗ്രോ ബാഗ് ഉപയോഗിക്കത്തില്ല, കാരണം ഇത് സൈസ് തീരെ ചെറുതാണ്. അപ്പോൾ ഇതിലും വലിയ ഗ്രോ ബാഗിൽ നമ്മൾ ഇഞ്ചി ഈ വർഷം ഇനി നടത്തുള്ളൂ. ഉറുമ്പിൻ്റെ കൂടാണല്ലോ. അപ്പോൾ ഇതിനി വൃത്തിയാക്കി എടുക്കാനുണ്ട്. വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിപണിയിലോട്ട് എത്തിക്കുന്നത്. ആദ്യത്തെ പ്രാവശ്യം ഞാൻ ഇഞ്ചി കൃഷി ചെയ്തിരുന്നത് ചാക്കിനകത്ത്, സിമൻറ്റ് ചാക്കിനകത്തായിരുന്നു ഇഞ്ചി കൃഷി ചെയ്തത്. അപ്പോൾ അത് വിജയം തന്നെയായിരുന്നു. പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ ചാക്ക് പൊടിഞ്ഞ് മണ്ണിൽ മൊത്തം പ്ലാസ്റ്റിക് ചേരുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പൂർണ്ണമായും ഈ വർഷം ചാക്ക് ഒഴിവാക്കിയതിന് ശേഷം ഗ്രോ ബാഗിനകത്തോട്ടാക്കി മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഉണ്ടായൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് ഗ്രോ ബാഗ് വീണ്ടും ഉപയോഗിക്കാം. അതേപോലെ തന്നെ മണ്ണും കേടാകാതെ നമുക്ക് സംരക്ഷിച്ച് എടുക്കാനായിട്ട് പറ്റി. ഇത്രയും വിളവൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും ലാഭകരമായൊരു പരിപാടി തന്നെ. നമ്മൾ നട്ട ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അതുകൊണ്ട് ഇതാണ് നമ്മൾ നട്ടിരുന്ന ഇഞ്ചി. നട്ട ഇഞ്ചി താണ്ടേ അതിനകത്തുനിന്ന് ഉണ്ടായി വന്നതാ ഇത്രയും ഇഞ്ചി. അപ്പോൾ ശരിക്കും നല്ലൊരു വിളവ് തന്നെ ഇതിനകത്തുനിന്ന് കിട്ടിയത് ഈ ഒരു ഗ്രോ ബാഗിൽ.
കഴിഞ്ഞ 2025 ഏപ്രിൽ 18-ാം തീയതിയായിരുന്നു ഇഞ്ചി നട്ടത്. രോഗനിയന്ത്രണം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ കേട്ടോ. കാരണം കുമിൾ രോഗങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ഇഞ്ചിക്ക് ഉണ്ടാകും. അപ്പോൾ അത് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പണിയിട്ടാനുള്ളൊരു സാധ്യതയുണ്ട്. നടുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ചാണകപ്പൊടി നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ട്രൈക്കോഡെർമ നന്നായി കൂട്ടി ഇളക്കി ഒരു 14 ദിവസം ഇട്ടതിന് ശേഷം നമ്മൾ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുമിൾ രോഗങ്ങളൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യത്തെ വർഷം ഞാൻ കൃഷി ചെയ്ത സമയത്ത് കുമിൾ രോഗം ബാധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം കുമിൾ രോഗം തീരെ വന്നിട്ടില്ലായിരുന്നു. 1-2 ഗ്രോ ബാഗ് എടുത്ത് മാറ്റേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോപ്രോക്സി ക്ലോറൈഡ് ഉപയോഗിച്ച് അതിനെ ഒരു പരിധിവരെ നമ്മൾ നിയന്ത്രണ വിധേയമാക്കിയെടുത്ത്. അപ്പോൾ മറ്റു ഗ്രോ ബാഗിലോട്ടൊന്നും അത് പടർന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ആവശ്യം ഇഞ്ചിക്ക് ഉണ്ട്. സാധാരണ ഇഞ്ചി കൃഷി ചെയ്യുമ്പോൾ ഓരോ മാസത്തിലും ഇടവിട്ട് കുമിൾനാശിനികൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഗ്രോ ബാഗിലെന്നല്ല, മണ്ണിൽ കൃഷി ചെയ്യുന്ന കർഷകർ നന്നായിട്ട് കുമിൾനാശിനി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇഞ്ചി നമുക്ക് വിളയിച്ച് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും രോഗം ഇഞ്ചിക്ക് ഉള്ളതാണ്. ഇഞ്ചിയുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും നമ്മൾ ഇഞ്ചിക്ക് മണ്ണ് ഇട്ട് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മൾ മണ്ണ് ഇട്ട് കൊടുക്കും തോറും ഇഞ്ചി കൂടുതലായിട്ട് ഇതിനകത്ത് നിന്ന് വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അത് ഇഞ്ചിയുടെ ഒരു ശാസ്ത്രമാണ്. ഇഞ്ചിക്ക് നമ്മൾ എത്രയും മണ്ണിട്ട് കൊടുക്കുന്നുണ്ടോ അത്രത്തോളം ഇഞ്ചി അതിനകത്ത് നിന്ന് ഇങ്ങനെ പൊങ്ങി വന്നുകൊണ്ടേയിരിക്കും. അത് എല്ലാവരും പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അപ്പം മണ്ണ് മാത്രമല്ല, നമുക്ക് ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇഞ്ചിക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഇവിടെ നിറച്ച് മണ്ണായി. കഴുകണം. നമുക്ക് ആദ്യം ഇഞ്ചിയുടെ വിളവൊക്കെ എടുക്കാം, എന്നിട്ട് നമുക്ക് കഴുകാം കേട്ടോ. പിടിച്ചോ. അപ്പം വിളവെടുത്ത് ഏകദേശം തീരാറായിട്ടുണ്ട്. ഒരു ഗ്രോ ബാഗിൽ ഇഞ്ചി നന്നായിട്ട് കിളിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടാമതും കിളിച്ച് വന്നിരിക്കുക. ഇഞ്ചിക്ക് ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അടുത്ത് കുറച്ച് മാങ്കോസ്റ്റിൻ്റെ തയ്യും അതേപോലെ കുറച്ച് ഫലവൃക്ഷങ്ങളുടെ തൈ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒരു നന കിട്ടിയപ്പോഴാണ് ഇത് കിളിച്ച് വന്നത്. അപ്പോൾ നമുക്ക് ഇത് കിളിച്ച് ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് വേണമെന്നുണ്ടെങ്കിൽ ഈ ഗ്രോ ബാഗ് എനിക്ക് ഇങ്ങനെ തന്നെ നിലനിർത്താം. ഇതിനകത്തുനിന്ന് ഇഞ്ചി എടുക്കാതിരിക്കാം. ഇതിനകത്ത് കാര്യമായിട്ട് ഇഞ്ചി ഇല്ല, പക്ഷെ ഉള്ളതെല്ലാം കിളിച്ച് വന്നേക്കുക. ഇതാ ഇതിനകത്തുനിന്ന് ഇഞ്ചി കിളിച്ച് വന്നിരിക്കുന്നുണ്ടോ. എനിക്കിതങ്ങ് അടർത്തി കളഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഈ ഒരു ഇഞ്ചി ഇങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ ഇതിനകത്തുനിന്ന് അധികം ഒന്നും കൂടുതലായിട്ട് ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഇത് ഞാനാണെങ്കിൽ അടർത്തി വേറൊരു ഗ്രോ ബാഗ് വെച്ച് കഴിഞ്ഞാലും നമ്മൾ ഇഞ്ചി നട്ടേൻ്റെ അത്രയും ആ ഒരു പവറിൽ ഇത് കിളിച്ച് വരത്തില്ല. വലിയൊരു ഗ്രോത്ത് ഇതിനുണ്ടാവത്തില്ല. നമ്മുടെ സമയം മെനക്കെടുത്തുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമുക്ക് ഇഞ്ചി തന്നെ എടുത്ത് നടുന്നതായിരിക്കും ഏറ്റവും ഉത്തമം. അപ്പോൾ ഇനി വരുന്ന വർഷം ഇഞ്ചി നടുന്നത് എത്ര ഗ്രോ ബാഗിലാണെന്നുള്ളത് ശരിക്കൊന്ന് ആലോചിച്ചതിന് ശേഷം മാത്രമേ ഞാൻ ചെയ്യത്തുള്ളൂ. കാരണം എൻ്റെ 1-2 സുഹൃത്തുക്കൾ കർണാടകത്തിൽ ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്ത് നല്ലൊരു റിസൾട്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അവർ ചെയ്ത രീതിയൊക്കെ ഞാനൊന്ന് പോകുന്നുണ്ട്. അടുത്ത ദിവസങ്ങളിൽ തന്നെ പോയൊന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഒരു 1000 ഗ്രോ ബാഗിനകത്തോട്ട് ഇഞ്ചി കൃഷി വ്യാപിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇനി വരുന്ന വർഷം. അപ്പോൾ ഇത്രത്തോളമാണ് നമുക്ക് ഈ ഒരു കുറച്ച് ഗ്രോ ബാഗിനകത്ത് നമുക്ക് കിട്ടിയത്.